പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആക്കുളത്തുള്ള സത്സംഗ് ഫൗണ്ടേഷന്റെ 4 ഏക്കർ വരുന്ന ഒരു കോമ്പൗണ്ടിന് മുന്നിലാണ്. ഈ സത്സംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു യോഗയുമായി ബന്ധപ്പെട്ട ഒരു ഫൗണ്ടേഷനാണ്. ആ ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുടെ പേര് ശ്രീ എം എന്നാണ്. എം വല്ല പേരുണ്ടോന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് ഇപ്പൊ അറിയപ്പെടുന്നത് ശ്രീ എം എന്നാണ്. അദ്ദേഹം പണ്ടെന്തോ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളായിരുന്നെന്നോ, അദ്ദേഹം വീട് വിട്ട് എവിടെയോ പോയി ഹിമാലയത്തിലേക്ക് പോയി എന്തോ വലിയ യോഗാഭ്യാസത്തിന്റെ വിദഗ്ധനായി അദ്ദേഹം അവകാശപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പേര് എം എന്നാണ്. ഈ എം നടത്തിക്കൊണ്ടിരിക്കുന്ന സത്സംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു യോഗ ഫൗണ്ടേഷന്റെ 4 ഏക്കർ വരുന്ന കോമ്പൗണ്ടിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഫൗണ്ടേഷന്റെ കോമ്പൗണ്ടിന് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഈ എം എന്ന് പറയുന്ന ഈ യോഗാചാര്യൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ മനുഷ്യന് ഈ 4 ഏക്കർ സ്ഥലം ഇവിടെ കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമോ സുഹൃത്തുക്കളെ? ആ 4 ഏക്കർ സ്ഥലം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അയാൾക്ക് ദാനം ചെയ്തതാണ്. അതായത് 2020 മറ്റോ അല്ലെങ്കിൽ 2021 ഇലക്ഷന് തൊട്ട് മുമ്പ് നടന്ന ഏറ്റവും അവസാനത്തെ ക്യാബിനറ്റിൽ വെച്ച് 4 ഏക്കർ സ്ഥലം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ എം എന്ന് പറഞ്ഞ് ഈ യോഗയുടെ ആചാര്യൻ എന്ന് അവകാശപ്പെടുന്ന ഇയാൾക്ക് ദാനം ചെയ്യുകയായിരുന്നു. ഇയാൾ യോഗയുമായി ബന്ധപ്പെട്ട് എന്തോ ആണെന്നൊക്കെയാണ് ഇയാൾ അവകാശപ്പെടുന്നത്. പക്ഷേ ഇയാള് മോഡി സർക്കാരിന്റെ ഏറ്റവും അടുത്ത ഒരാളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മോഡി സർക്കാരിന് മേളിലും മോഡിക്ക് മേളിലും വലിയ തോതിലുള്ള സ്വാധീനമുള്ള ഒരാളാണ് എം എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം യോഗാചാര്യൻ എന്നൊക്കെയാണ് അദ്ദേഹം സ്വയം പറയുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാൾ അധികാരത്തിന്റെ ഇടനാഴികളിൽ പ്രവർത്തിക്കുന്ന ഒരു ഇടനിലക്കാരൻ എന്നുള്ള ആരോപണമാണ് അദ്ദേഹത്തെ കുറിച്ചിട്ട് ഉയർന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ആ എം എന്ന് പറഞ്ഞ അയാൾക്ക് ആക്കുളത്ത് കണ്ണായ സ്ഥലത്ത് 4 ഏക്കർ സ്ഥലം പിണറായി വിജയൻ അനുവദിച്ചു. ആ 4 ഏക്കർ സ്ഥലത്തിന് ഏതാണ്ടൊരു 100 കോടി രൂപയുടെ അടുത്ത് വില വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പൊതുസ്ഥലം, അതായത് എന്റെയും നിങ്ങളുടെയും ഒക്കെ തന്നെ ഉടമാവകാശത്തിൽ എന്ന് വേണമെങ്കിൽ പൊതുജനങ്ങളുടെ മുഴുവൻ ഉടമാവകാശത്തിൽ എന്ന് പറയാവുന്ന പൊതുസ്ഥലം 4 ഏക്കർ എടുത്ത് പിണറായി വിജയൻ ഈ എം എന്ന് പറഞ്ഞ ആൾക്കങ്ങ് ദാനം ചെയ്യാണ്. അന്ന് ദാനം ചെയ്ത സമയത്ത് നമ്മൾ അറിഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ആ ദാനം ചെയ്ത സമയത്ത് നമ്മൾ അറിഞ്ഞത് CPM-ഉം RSSും തമ്മിലുള്ള സംഘടനകളുടെ വിഷയത്തിൽ ഇടനിലക്കാരനായി നിന്നുവെന്നും അവരെ രണ്ടുപേരെയും ഒരു മേശയ്ക്ക് ചുറ്റും ചർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവന്നുവെന്നും അവർ നടത്തുന്ന കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് 4 ഏക്കർ പൊതുസ്ഥലം എടുത്ത് കൊടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെ ശുദ്ധ അസംബന്ധമല്ലേ സുഹൃത്തുക്കളെ? RSSും CPM-ഉം നടത്തുന്ന സംഘടനം അവസാനിപ്പിക്കുമ്പോൾ അങ്ങനെ അവസാനിപ്പിക്കുന്ന ആൾക്ക് 4 ഏക്കർ പൊതുസ്വത്ത് എടുത്തു കൊടുക്കാൻ പിണറായി വിജയന്റെ തറവാട്ട് വകയാണോ കേരളം? RSS എന്ന് പറയുന്ന ഒരു സ്വകാര്യ സംഘടന, CPM എന്ന് പറഞ്ഞ വേറൊരു സ്വകാര്യ രാഷ്ട്രീയ സംഘടന, അവർ തമ്മിൽ കൊല്ലും കൊലയുമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. ആ കൊല്ലും കൊലയും അവസാനിപ്പിക്കാൻ ഒരു അധികാരത്തിന്റെ ഇടനാഴികളിൽ പ്രവർത്തിക്കുന്ന ഒരു ഇടനിലക്കാരൻ വന്ന് അവതരിക്കുന്നു. അയാൾ ഇവർ രണ്ടുപേരുമായി ചർച്ച നടത്തുന്നു. ആ സംഘടനകൾ അവസാനിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി 4 ഏക്കർ സ്ഥലമെടുത്ത് ഒരു യോഗാചാര്യൻ എന്ന് സ്വന്തമായി അവകാശപ്പെടുന്ന ഒരാൾക്ക് കൊടുക്കുകയാണ്. ഇതൊരു അസംബന്ധമാണ്. നമ്മൾ ആലോചിച്ച് നോക്കും. ഇത് 2020 അവസാനമായപ്പോൾ നടന്ന സംഭവമാണ്. അങ്ങനെ നിൽക്കട്ടെ. അവിടെ ഇന്നലെ ഇതാ ഇവിടെ നോക്കിയാൽ കാണാം, പിണറായി വിജയൻ സ്വാഗതം എന്നിവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അവിടെ ശ്രീമാൻ പിണറായി വിജയൻ ഈ വലിയ ഭീഷണിയും ഈ പ്രതിസന്ധികളും ഈ ആരോപണങ്ങളുമെല്ലാം നേരിടുന്നതിനിടയിൽ അദ്ദേഹം ഇവിടെ വരികയും ഒരു അന്താരാഷ്ട്ര യോഗ റിസർച്ച് ഫൗണ്ടേഷന്റെ ശിലാസ്ഥാപനം നടത്തുകയും ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ യോഗം നടത്തണം, അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോയിരിക്കുകയാണ്. അപ്പൊ എന്തിനാണ് അദ്ദേഹം ഇവിടെ തിരക്ക് പിടിച്ച് ഈ വലിയ ആരോപണങ്ങൾ നേരിടുമ്പോൾ അയാൾ ഇവിടെ വന്നത് എന്തിനാണ്? അയാളുടെ മകൾ ഈ ചീനച്ചട്ടിയിൽ ഇരിക്കുന്ന പോലെ ഇപ്പൊ ഇരിക്കുകയല്ലേ?
കർണാടക ഹൈക്കോടതിയിൽ നിന്നുള്ള അയാളുടെ മകളുടെ ഹർജി തള്ളിയ ദിവസം തന്നെ അയാൾ എന്തിനാണ് എമ്മിനെ കാണാൻ വന്നതെന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരമെന്ന് പറയുന്നത്, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമേ, മോഡി സർക്കാരിനെ സ്വാധീനിച്ച്, നരേന്ദ്രമോദിയെ സ്വാധീനിച്ച് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമേ എന്ന് എം എന്ന് പറയുന്ന ഈ യോഗാചാര്യനെന്ന് അവകാശപ്പെടുന്ന ഇയാളുടെ മുന്നിൽ, ഈ എമ്മിന്റെ മുന്നിൽ സമസ്താപരാധം പറയാൻ, എമ്മിന്റെ മുന്നിൽ കാലിൽ വീഴാൻ വേണ്ടിയാണ് കേരള മുഖ്യമന്ത്രി ഇന്നലെ ഇവിടെ വന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അയാൾ 4 ഏക്കർ സ്ഥലമെടുത്ത് കൊടുത്തതാണ് ഇയാൾക്ക്. എന്ത് അടിസ്ഥാനത്തിലാണ് ഈ 4 ഏക്കർ സ്ഥലം കൊടുത്തത്? അതിനെന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളത്? പക്ഷേ ഇവിടെ ചോദിക്കാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും BJP-ക്കാരനും ഇല്ല എന്നുള്ളത് കൊണ്ട് അയാൾ ഇവിടെ സ്വൈര്യവികാരം നടത്തുകയാണ്. അയാളുടെ അടുത്ത് ഈ പ്രതിസന്ധി നേരിടുന്ന പിണറായി വിജയൻ ഇന്നലെ ഈ അന്താരാഷ്ട്ര യോഗ റിസർച്ച് ഫൗണ്ടേഷന്റെ ശിലാസ്ഥാപനം എന്നുള്ള അതിന്റെ മറവിൽ ഇവിടെ വന്നത് എമ്മിന്റെ കാലിൽ വീഴാനാണ് എന്നാണ് എനിക്ക് എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.